യൂസ് ഹെഡ്ഫോൺ ഫോർ ബെറ്റർ എക്സ്പീരിയൻസ്. ഇവിടെ എടുക്കുവാണ് റിയൽ ലൈഫിൽ ഇങ്ങനെ ഒരു സാധനം ഇറക്കണം, ഇങ്ങനെ ഒരു സാധനം മേടിക്കണം. എന്ത് ഐറ്റം അല്ലേ, എന്ത് ലിവറി അല്ലേ ഇത്. പക്ഷെ ഈ ലിവറി ആക്ച്വലി ചെയ്ത് ആരാന്നറിയോ ഗൈസ്? ഈ ലിവറി ചെയ്തത് വാൻ ഹെൽസി എന്ന് പറഞ്ഞിട്ടൊരു ബൈക്കൊക്കെ ചെയ്യണ ഒരു ആളുണ്ട്. പുള്ളിയാണ് ഈ ലിവറി ചെയ്തത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്ന് അറിയത്തില്ല. ഇതെന്റെ പഴയ ഡ്യൂക്കിന്റെ ഡിസൈനാണ്, മനസ്സിലായ? പഴയ ഡ്യൂക്കില്ലേ എൻ്റെ, അതിന് ഷെഹബാബോ എന്താ പോടാകൊണ്ടേ, ആ പുള്ളിയാണ് ഇത് ചെയ്തത്. ഡ്യൂക്കിന്റെ ഡിസൈൻ എൻ്റെ ആദ്യത്തെ അതാണ്. ജിടിക്ക് ഇൻസ്പയർഡ് ആയിട്ട് ഈ വണ്ടി ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അണ്ണാ ഇതൊക്കെ നോക്കിക്കേ എങ്ങനെയുണ്ട്. നമുക്ക് ഇതൊക്കെ ചെറിയ ചെറിയ ഹാപ്പിനെസ്. നിനക്ക് ഇതിൽ നിന്ന് എന്താണ് കിട്ടുന്നേ? ഹാപ്പിനെസ്. _dreams കൊള്ളാലേ. നൊസ്റ്റാൾജിയ ഗെയിം, വൺ ഓഫ് ദ ബെസ്റ്റ് ഗെയിം, അസാസിൻ ക്രീഡ്. വിദ്യാലയങ്ങളില് ഒരു നല്ല കാലമത്രയും സാമൂഹിക ശാസ്ത്രം പഠിക്കാൻ ശ്രമിച്ചിട്ടും മനസ്സിലാക്കാൻ കഴിയാതെ പോയ ചരിത്രങ്ങൾ പലതും അതിന്റെ പരിപൂർണതയിൽ ഒരു തലമുറയ്ക്ക് വ്യക്തമാക്കി തന്ന ഒരു വീഡിയോ ഗെയിം ഉണ്ടായിരുന്നു. ലോകമാസകലം 200 മില്യൺ കോപ്പികളിലധികം വിറ്റഴിക്കാൻ കഴിഞ്ഞ ചരിത്രവും സയൻസ് ഫിക്ഷനും ഒരു ഡുവൽ ടൈം ലൈനിലൂടെ പറഞ്ഞു വെക്കാൻ ശ്രമിച്ച ഒരു മോണുമെന്റൽ സീരീസ്. ഇറ്റലിയും ഈജിപ്തും ഫ്രാൻസും ലണ്ടനും ഒക്കെ വ്യക്തവും കൃത്യവുമായ ഒരു സ്റ്റോറി ലൈനിന്റെ പിൻബലത്തിൽ ഒരുമിച്ച് ഗെയിം ഓഫ് ദി ഇയർ പുരസ്കാരം പലവട്ടമായി വാരിക്കൂട്ടിയ ദ ലെജൻഡറി ഗെയിം അസാസിൻസ് ക്രീഡ്. ഏതൊക്കെയോ കളിച്ചതാണ്, ഏതൊക്കെയാണെന്ന് ഓർമ്മയില്ല. ഏതൊക്കെയോ ഓരോന്ന് ഇടക്കിടക്കുള്ള ഏതൊക്കെയോ ഓരോന്ന് കളിച്ചിട്ടുണ്ട്. എന്ത് കിടിലൻ ഗെയിമല്ലേ. അസാസിൻ ക്രീഡ് ഒക്കെ ഒരു സമയത്ത് എന്ത് രസമായിരുന്നുടാ. ഇതിന്റെ ഒരു മൊബൈൽ വേരിയന്റ് ഒരു സാധനം ഉണ്ടായിരുന്നു, എന്തോ ഒരു പ്ലെയറിൽ കളിക്കാൻ പറ്റുന്ന. അയ്യോ അതിന്റെ പേര് ഞാൻ മറന്നുപോയി ഗൈസ്. ഞാൻ അത് കളിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഹരമായിരുന്നു, ഹരം. ഇതെല്ലാം ഇതിലെ ക്യാരക്ടേഴ്സ് എല്ലാം ഒറിജിനൽ ആൾക്കാരെ ഇൻസ്പയർ ആക്കിയതാണോ? നോക്ക് മാർക്കസ്, കാര്യമൊക്കെ അതേപോലെ നോക്കണേ. നോർത്ത് വേണ്ട അമ്പോ. അതെനിക്ക് തോന്നുന്നു കുറെ എണ്ണത്തിൽ ഫിക്ഷണലാണ്, കുറെ ക്യാരക്ടേഴ്സ് ഫിക്ഷണലാ. അതായത് അങ്ങനത്തെ രീതിയിലാണ് ചെയ്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഗെയിമിൽ എല്ലാവരെയും അങ്ങനെയാണെന്ന് തോന്നുന്നു എടുത്തേക്കുന്നത് കേട്ടോ. ഈ ഗെയിമിലെ ക്യാരക്ടേഴ്സ് എല്ലാവരും അങ്ങനെ എടുത്തേക്കുന്നതെന്ന് തോന്നുന്നത്. POV it's 2048, you are replaced by AI. അമ്മ എന്നോട് ക്ഷമിക്കമ്മ, എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ നോക്കി. 40 വർഷം ഞാൻ ഈ ചായക്കടയിൽ ജോലി ചെയ്തു. ഇപ്പോൾ എനിക്ക് പകരം ആ റോബോട്ടാണ് ചായ ഉണ്ടാക്കുന്നത്. ഇവിടെ ഇപ്പൊ ആരും വരാറില്ല. AI-യോട് ചോദിച്ചാൽ ഉത്തരം കിട്ടുമെന്നാണ് അവർ പറയുന്നത്. ആർക്കും മനുഷ്യനെ ജോലിക്ക് വേണ്ട. കുട്ടിക്കാലം മുതൽ ഞാൻ പഠിച്ചതൊക്കെ വെറുതെ ആയി. സംഗീതം പോലും അവർ ബാക്കി വെച്ചില്ല.
സത്യമാണല്ലേ, ഒരു വിധത്തിൽ ആലോചിച്ച സത്യമാണോടാ, സത്യമാണ്. ഇതൊരു സാഡ് റിയാലിറ്റി, അതുപോലെ തന്നെ ഒരു സത്യം കൂടാണ്. നിങ്ങള് ഡിട്രോയിറ്റ് ബിക്കം ഹ്യൂമൻ അത് പറയത്തില്ലേ, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ഗെയിം, ഇറ്റ്സ് ദ ഫ്യൂച്ചർ എന്ന് പറയൂലേ. സത്യമായിരിക്കും ഇതൊക്കെ. കുറച്ചങ്ങോട്ട് കഴിയുമ്പം ഇപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റണ എ വെച്ച്. പക്ഷെ ഒരുപാട് കാര്യങ്ങള് ആദ്യം എൻ്റെ അഭിപ്രായത്തിൽ എ വന്നപ്പം ഏറ്റവും പണി കുറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫിക് ഡിസൈനേഴ്സ് അങ്ങനത്തെ കുറച്ച് ആൾക്കാർക്കാണ്. അവർക്കിപ്പോ എന്തൊക്കെ സാധനങ്ങൾ എ ടൂൾസ് വെച്ചിട്ട് ഉണ്ടാക്കാന്ന് അറിയാവോ. ഈവൻ ദോ ഈ വീഡിയോ ഉണ്ടാക്കിയത് പോലും എ വെച്ചിട്ടാണ്, മനസ്സിലായേ. 1 crore അതെന്നാ കഴിക്കാത്തെ? വിശപ്പില്ല. അതൊന്നും പറഞ്ഞാ പറ്റി. കഴിച്ചിട്ട് എന്നോട് മിണ്ടിയാ മതി, അതുവരെ ഞാനും കഴിക്കില്ല. അമ്മേ, ഇത്തിരി മീൻ ചാറും. ഇങ്ങനെ കള്ളം പറയുന്നവർക്കൊക്കെ 5-6 പെണ്ണുണ്ടായിരിക്കും, മനസ്സിലായ. സത്യത്തിൽ ഫുഡ് പോലും കഴിക്കാതെ മാറിയിരിക്കുന്നതിനെ ആയിരിക്കും സത്യം പറഞ്ഞ തേച്ചിട്ട് പോണത്. ഇങ്ങനെ പറഞ്ഞോണ്ട് ഇങ്ങനെ കള്ളം പറഞ്ഞിരിക്കുന്ന ഇവന്മാർക്കൊക്കെ 4-5 ലൈൻ ഉണ്ടാവും. ഒരു 100% ഉറപ്പാണ്, ഒരു സംശയമില്ല, 100% അതില്. അയ്യോ, എത്ര കണ്ടാലും ചിരി അടക്കാൻ പറ്റത്തില്ല. പിന്നെ മണിച്ചേട്ടന്റെ എക്സ്പ്രഷൻ എന്തിനാ ഭഗവാൻ ഇതെന്തൊരു പടവാ. ഇങ്ങനെ പരീക്ഷിക്കണേ? ഒഴിയാബാധയായി എന്റെ ഒപ്പം കൂടി ആ പണ്ടാറം പിടിച്ച പെണ്ണിന് പെട്ടെന്ന് തിരിച്ചറിവ് കൊടുത്ത് എങ്ങനെയെങ്കിലും എന്റെ തലേന്ന് ഒഴിവാക്കി എനിക്ക് എന്റെ ഗൗരിയായിട്ടുള്ള ജീവിതം തിരിച്ചു തരണേ ഭഗവാനെ, രക്ഷിക്കണേ. ഭഗവാനെ, ആ പൂജപ്പെണ്ണിന് ഒരിക്കലും തിരിച്ചറിവ് കിട്ടരുത്. അതിന് നീ എന്റെ ബോധം വേണേ എടുത്തോ. എന്റെ സതീർത്ഥനും ആ പൂജപ്പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം തോന്നി ഒന്നായി തീരണേ. ഇല്ലെങ്കിൽ എന്റെ കാര്യം എനിക്ക് പണിയെടുത്ത് ജീവിക്കാൻ പറ്റില്ല കേട്ടോ. പ്ലീസ് രക്ഷിക്കണേ, 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 രക്ഷിക്കണേ. നിർത്ത്. ഇതിനൊരു കണക്കുണ്ട്. ഞാൻ കണക്കില് വീക്കാ. ഞങ്ങളവിടെ കല്ലുണ്ടാ വീക്ക്. വാ മക്കളെ, അമ്പാട്ടിയെ പ്രാർത്ഥിക്ക്. രാമാനുജ, തേങ്ങ ഉടക്കടാ. ഭഗവാനെ, ഈശ്വരാ, പൊലിപ്പിക്കണേ. സർവ്വവിഘ്നങ്ങളും തോന്നുന്നു. എന്ത് സീനല്ലേ ഈ പടം. ഈ പടം ഇതിലൊന്നും അല്ല. ത്രൂ ഔട്ട് ഈ സിനിമ തുടങ്ങുന്നതോടെ അവട്ട് അവസാനം വരെ ഇങ്ങനെയാണ് ഈ പടം. ഇത് എല്ലാം പെട്ടെന്നാണല്ലോ ഈശ്വര. എന്താടാ പട്ടി നീ ഉടച്ചത്? അത് പടക്കക്കടയും തേങ്ങക്കടയും അടുത്തടുത്ത്. ഇനി ചിലപ്പോ അത് വാ മോളെ, നീ വല്ലാണ്ട് കരിഞ്ഞു. എന്നാലും ഭഗവതി, ശത്രുവിന് പോലും ഇങ്ങനൊരു ഗതി വരുത്തില്ലേ അണ്ടവാ. അയ്യോ, കീർത്തി സുരേഷ് ആണോ വലിയ കുട്ടി? ആണോ ഇത്? കീർത്തി സുരേഷ് ആണോ? പോടാ. പോടാ, അത് കീർത്തി സുരേഷ് ആണോ? യെസ്, അതെ അതെ, ആണാ? ചുമ്മാ പറയുന്നതാ. യെസ് 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 യെസ്, ആണല്ലേ? അയ്യോ, അത് വന്നല്ലോ. ഞാൻ എന്തിനാ എഴുന്നള്ളിയത്? അണ്ണന്റെ പയ്യൻ വന്നല്ലോ. അണ്ണന്റെ എന്താണ് ഇനി? സന്തോഷായില്ലേ? A paradise for esports enthusiasts. ഇത് ഭയങ്കര കംഫർട്ടബിൾ സീറ്റാണ് ഗൈസ്, സത്യം പറയാതിരിക്കാൻ വയ്യ. പക്ഷെ എനിക്ക് കിടന്നുകൊണ്ടൊന്നും കളിക്കാൻ പറ്റൂല, എനിക്ക് നേരെ ഇരുന്ന് കളിക്കുന്നതാണ് ഇഷ്ടം. അണ്ണ ഞാൻ സ്ക്രീൻ ഷെയർ കേറിയില്ലായിരുന്നു കേട്ടോ. എന്തോ എന്താ അണ്ണ ഇങ്ങനൊന്നും പറയല്ലേ. പറയല്ലേ, ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. എടാ, ഞാൻ ഈ ഗെയിമിംഗ് പൊസിഷനാണ് പറഞ്ഞത്, മനസ്സിലായ? മനുഷ്യരുടെ നിങ്ങളൊക്കെ ഗൈസ്. ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ, എനിക്ക് ഈ ഗെയിം കളിക്കുന്ന സമയത്ത് ഗെയിമിംഗ് ചെയറിൽ ഇരുന്ന് ഇങ്ങനെ നേരെ ഇരിക്കണതാണ് ഇഷ്ടം, അല്ലാതെ ഇങ്ങനെ കിടന്ന് മലന്നത്. ഇത് പക്ഷേ ഈ ദുബായിൽ വെച്ച് എക്സ്പീരിയൻസ് ചെയ്തായിരുന്നു, മനസ്സിലായ? എനിക്കത് അങ്ങോട്ട് പിടിച്ചില്ല. ഞാൻ അതിനെ പറ്റിയാണ് പറഞ്ഞത്. ഇത്
ഇതോ എല്ലാം കൂടിയാണ്. ഇത് ഹൈഡ്രോളിക് ഉള്ളതുണ്ട്, മാനുവൽ ഉണ്ട്, കുറെ ഉണ്ടാ. ഇലക്ട്രോണിക് ഉണ്ട്, മാനുവൽ ഉണ്ട്, കുറെ ഉണ്ട്. കസ്റ്റമൈസ് ചെയ്ത് തരും. എനിക്ക് അറിഞ്ഞൂടാ. വാലറന്റ് ഒക്കെ കണ്ട ഇങ്ങനെ ഇരുന്ന് കളിക്കണം. കണ്ട മറ്റേ സിമുലേറ്റർ ഗെയിം ഒക്കെ ഇതാക്കാം. This is the map of Vice City, the setting for the biggest game ever made. Nearly a decade of development and a $2 billion budget has gone into crafting this world. And with a map nearly twice the size of GTA 5's Los Santos, there's far more to it than just scale. Rockstar doesn't just build maps, they build worlds. With every game, they've pushed the boundaries of immersion, realism, and detail. And it all started with GTA 3. For the first time, players could explore a fully 3D city. GTA 3 നീ കളിച്ചിട്ടുണ്ടോടാ? ഇല്ല. ഞാൻ GTA Vice Cityയും 5 ഞാൻ വൈസ് സിറ്റി കളിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു സംഭവം ഉണ്ടല്ലോ, വേറെ ഒന്നും ഉണ്ടായിരുന്നു. സാൻ ആൻഡ്രിയാസ് കളിച്ചിട്ടുണ്ട്. GTA 5 ഇതല്ല, വൈസ് സിറ്റി കളിച്ചിട്ടുണ്ട്, 5 കളിച്ചിട്ടുണ്ട്, ലിബർട്ടി സിറ്റി. ഈ GTA 3 ഏതാ? Drive with traffic, hit pedestrians, GTA 3 ആണ് ലിബർട്ടി സിറ്റി ആണോ? and have a day and night cycle. But then came GTA 4. And with this one, Rockstar didn't just build a bigger map, they made it feel more immersive than ever before. And for the first time, Rockstar introduced a physics system that made every interaction feel dynamic. The world wasn't just bigger, it was denser, more detailed, and more reactive than anything before it. But the real turning point in Rockstar's world building came with GTA 5. Los Santos was bigger, denser, and far more detailed than anything Rockstar had ever created. From Hollywood-style mansions to poverty-stricken neighborhoods, and now, GTA 6 is set to take everything Rockstar has learned and push it even further. More advanced. എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ ശിവന്മാര് എന്തിനായിരിക്കും പണിത് വെച്ചിരിക്കണെന്ന്. സത്യം പറയാം, എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ ഇവന്മാര് എന്തായിരിക്കും GTA 6 പണിത് വെച്ചിരിക്കണേന്ന്. എന്റെ ഒരു ആഗ്രഹം അതുവരെയൊക്കെ എങ്കിലും ഒരു സ്ട്രീമർ ആയിട്ട് നിൽക്കണമെന്ന്. അത് കളിച്ച് തീർത്തിട്ട് വാഷ്ഡ് ഔട്ട് ആയാലും പ്രശ്നമില്ല. അതുവരെയൊക്കെ എനിക്കൊരു സ്ട്രീമർ ആയിട്ട് ഉണ്ടാവണം എന്നാണ്. അത് ലോഞ്ച് ആവുന്ന വരെ ഒരു സ്ട്രീമർ ആയിട്ടൊക്കെ ഉണ്ടാവണം എന്നാണ് എന്റെ ആഗ്രഹം. എന്തോ റിയൽ മണി എന്തോ ഉണ്ടാക്കാലോ. റിയൽ മണി ഗ്രൈൻഡിങ് ഉണ്ടെന്നൊക്കെ പറയണടാ, പക്ഷെ അത് എത്രത്തോളം പോസിബിൾ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. റിയൽ മണി ഗ്രൈൻഡിങ് ഒക്കെ അതിനകത്ത് ഉണ്ടെന്ന് പറയണം. ക്രിപ്റ്റോയും അങ്ങനത്തെ എന്തോ ഓൺലൈൻ സെർവേഴ്സ് ആയിട്ട് കണക്ട് ചെയ്യണം എന്തൊക്കെയോ പരിപാടികൾ ഉണ്ടെന്നൊക്കെ പറയണം. ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. പഠിക്കണമെങ്കിൽ തന്നെ കുറച്ച് ടൈം എടുക്കും. ക്രിപ്റ്റോ റിയൽ മണി ഗ്രൈൻഡിങ് മെക്കാനിസംസ് എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ പറയണം. ഒരു പിടുത്തം ഇല്ല, സത്യമാണോ അല്ലയോ ഒന്നും അറിഞ്ഞൂടാ. ഏതൊരു പടത്തിന് ജഡ്ജായിട്ടൊക്കെ വരുന്നില്ലേ, ഒരു ജഡ്ജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻട്രസ്റ്റ് ഒക്കെ ചിന്തിക്കാൻ പറഞ്ഞത് ഭയങ്കര അക്രമമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ആ ജഡ്ജായിട്ട് വന്നപ്പോഴാണ് അയാൾ ശരിക്കും റിയൽ ജഡ്ജ് അവിടെ ഇരിക്കുന്നു. അതല്ലെങ്കിൽ ഒരു വില്ലനായിട്ട് വന്നു കഴിഞ്ഞാൽ ഇയാൾ എന്തുകൊണ്ടങ്ങനെ ചെയ്യുന്ന പറയുന്നത് പേടി. ഞാൻ ഇന്നലെ കാണാൻ തുടങ്ങിയതേ ഉള്ളൂ കേട്ടാ, കേരള ക്രൈം മറ്റേ ക്രൈം ഫയൽസ്. ഞാൻ ഇന്നലെയാണ് ഫസ്റ്റ് സീസൺ 3 എപ്പിസോഡ് കണ്ടു തീർത്തി. ഞാൻ ഇന്നലെയാണ് കണ്ടത്. ഞാൻ ഇന്നലെ കണ്ടു തുടങ്ങിയത്. എല്ലാരും കാണാൻ എന്നോട് പറഞ്ഞു. ഞാൻ ഇന്നലെയാണ് ഫസ്റ്റ് സീസൺ ഞാൻ കാണണം. ഇന്നലെയാ 3 എപ്പിസോഡ് കണ്ട്. ഇടിക്കുമായിരിക്കും എന്നൊക്കെ പറയുന്ന ബലവും ശക്തിയൊക്കെ അല്ലാതെ മറ്റേതെന്നുള്ള ചെറുതിന്റെ ഈ നഞ്ചെന്തിന് നാനാഴി എന്ന് പറയൂലേ എന്ന് പറഞ്ഞത് ചെറുത് സാറല്ല. പുള്ളിയിടയിലൊക്കെ ഏത് ക്യാരക്ടർ കൊടുത്താലും ആടി കാസറി തരുവടേ ഇജാതി മനുഷ്യൻ. അയ്യോ സത്യം എടാ എന്താ സിറ്റുവേഷൻ ആയോ നോക്കിടാ. സിറ്റിയിലൊന്ന് നോക്കിട്ട് പറഞ്ഞേ, നോക്കിട്ട് പറയണേ. ദ റീൽ താഴെ പറയുന്നവയിൽ എന്റെ പൊന്നടാവേ, ദിസ് കമന്റ് സെക്ഷൻ ഈസ് ഗോൾഡ്. വെയിറ്റ് ഫോർ ലാസ്റ്റ്. ഇതെന്താ? സിദ്ദിഖ് ലാൽ സംവിധാനം ചെയ്ത താഴെ പറയുന്നതിൽ സിദ്ദിഖ് ലാൽ സംവിധാനം ചെയ്ത മോഹൻലാൽ അഭിനയിച്ച ചിത്രത്തിന്റെ പേര്. അഭിനയിച്ച ചിത്രത്തിന്റെ പേര് ഏത്? എ വിയറ്റ്നാം കോളനി, ബി ബംഗ്ലാദേശ് കോളനി, സി പാകിസ്ഥാൻ കോളനി, ഡി ഉഗാണ്ട കോളനി. ഓപ്ഷൻ എ വിയറ്റ്നാം കോളനി. താഴെ പറയുന്നതിൽ മോഹൻലാൽ അഭിനയിച്ച മലയാള സിനിമ ഏതാണ്?
കിലുക്കം, മലക്കം, ഇളക്കം, പടക്കം. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത പ്രണവ് മോഹൻലാൽ അഭിനയിച്ച ചിത്രം വൃക്ക, ഹൃദയം, കരള്, വൻകുടൽ. താഴെ പറയുന്നതിൽ ബ്ലെസ്ലി സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് നായകനായ സിനിമ ആട് ജീവിതം, പോത്ത് ജീവിതം, പശു ജീവിതം, കുതിര ജീവിതം. ഉണ്ണിമൂന്നൻ അഭിനയിച്ച ചിത്രം ഏത്? മാർക്കോ, ആർക്കോ, അവർക്കോ, എനിക്കോ. എന്തൊരു സാധനം! അയ്യോ, ഇതിൽ മെക്കാട്ടൻ സമാക്കാട് സംവിധാനം ചെയ്ത ദിലീപ് ചിത്രം ഏത്? പട, പാണ്ഡിപ്പട, പാണ്ടിക്കരിമ്പാറ പട, പാണ്ടിക്കരിമ്പാറ പോലെ അടിപ്പട. താഴെ പറയുന്നതിൽ വിജയ് അഭിനയിച്ച പടം ജില്ലാ പഞ്ചായത്ത്, സംസ്ഥാന, രാജ്യം. ഇവയിൽ സൗബിൻ അഭിനയിച്ച ചിത്രം ഏതാണ്? തിരുവനന്തപുരം ബോയ്സ്, എറണാകുളം ബോയ്സ്, മഞ്ഞുമൽ ബോയ്സ്, പാറശാല ബോയ്സ്. പാറശാലയെ ഇവയിൽ ദുൽഖർ അഭിനയിച്ച സിനിമ ഏത്? ABCD, EFG, IJKL, MNOP. ഇതൊക്കെ ആരുണ്ടാക്കി വിടറല്ലേ? അയ്യോ, 60 ഓവേഴ്സിന്റെ കഷ്ടപ്പാടാണ്. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട്. Are you the best footballer in the world right now? I think so, yes. In my mind, I'm always the best. I don't care what the people thinking, what they say. In my mind, not just this year, but always, I'm always the best. കിട്ടില്ല ബ്രോ, കിട്ടില്ല സാധനം കേട്ടോ. 60 മണിക്കൂറിന്റെ ആ ഒരു എഫേർട്ട് അറിയാനുണ്ടോ അതില്? നൈസ് സാധനം. കുറെ നാളായി ഓൺലൈൻ വരാത്ത ടീംമേറ്റ്. 2021 ഡയറി. Gold 4 last online 7 years ago. പണ്ടത്തെ കേടി കേട്ടാ, പണ്ടത്തെ കേടി ഇതൊക്കെ. ബാഴ്സലോണയുടെ മുന്നേറ്റത്തിന് ചൂട് പകരാൻ വന്ന, സാക്ഷാൽ മെസ്സിയുടെ കൂടെ യൂറോപ്പ് കീഴടക്കാൻ വന്ന ഒരുവൻ. പെലയ്ക്ക് ശേഷം ഇനി ആര് ബ്രസീലിയൻ ഫുട്ബോളിനെ കരകയറ്റുമെന്ന ചോദ്യത്തിന് ഉത്തരമായി വന്ന, സ്കില്ലുകളുടെ കളിത്തോളിനും മറഡോണയുടെ പിൻഗാമി എന്ന് വിശേഷിപ്പിച്ച് പിന്നീട് ഫുട്ബോൾ ലോകത്തെ കാൽക്കീലാക്കിയ സാക്ഷാൽ മെസ്സിയും കൂടി ചേരുമ്പോൾ ദാറ്റ്സ് വിൽ ബി എ ഡ്രാമാറ്റിക് മൂവ്മെന്റ് ഇൻ ഫുട്ബോൾ ഹിസ്റ്ററി. പിന്നീട് നടന്നതെല്ലാം ചരിത്രം. ഗ്രൗണ്ടിന് പുറത്തും അവരുടെ സൗഹൃദം ശ്രദ്ധേയമായിരുന്നു. ഒരിക്കൽ ബാഴ്സലോണയുടെ താരമായ പിക്കെ പറഞ്ഞ വാക്കുകളാണ് മനസ്സിലേക്ക് കടന്നു വരുന്നത്. I have never seen a relationship like the one between Neymar and Messi. They have a perfect relationship and they understand each other really well. ഫുട്ബോൾ ലോകം കണ്ട യഥാർത്ഥ സൗഹൃദങ്ങളിൽ ഒന്നാണ് MSN. ലോകം പിന്തുടരേണ്ട, അവരുടെ ഐഡലാക്കേണ്ട യഥാർത്ഥ സൗഹൃദങ്ങളിൽ ഒന്ന്. ഷേക്സ്പിയറിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഈസ് എ പാർട്ട് ഓഫ് ദി ലൈഫ്. നിങ്ങൾ ഫുട്ബോൾ കാണുന്നവർക്കെല്ലാം മനസ്സിലായില്ലേ? അതാണ് എന്റെ ഉദ്ദേശം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അത് എന്റെ സന്തോഷം. അത്രയും മതി. മനസ്സിലായോ? എനിക്ക് അറിഞ്ഞൂടാ ഇതാരൊക്കെയാണത്. അത് നെയ്മർ, മെസ്സി. ഇപ്പഴത്തെ മെസ്സിയാണിത്. പിന്നെ ഇത് മെസ്സിയാണോ? ആ താടി നോക്കണ്ട. ഓക്കെ, നെയ്മർ മെസ്സി അല്ലേ? ഓക്കെ ഓക്കെ ആണെന്നാണ് എന്റെ വിശ്വാസം. ഇവിടെ പോടെ രണ്ടോട്ട് എസ്കേപ്പ് ആക്കിയ കേട്ടാ. മേടി 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 ഇതൊക്കെ കണ്ട് ഇതൊക്കെ ഇറങ്ങിയിരിക്കുന്ന കളിക്കുന്നതാണ്. സിറ്റുവേഷൻ ആടോ സിറ്റിയില്? ഇല്ല, എന്തോ ആരുടെ സിറ്റുവേഷൻ? സറാറയുണ്ട്. എന്ത് ലിസ്റ്റായി? ഒരു സമയം അടിക്കണം. ഇല്ല, പറയാൻ പറ്റൂല. ചില എപ്പിക് അന്തി ചർച്ചകൾ. താങ്കൾ ഏത് മാനസിക രോഗ ആശുപത്രിയിൽ ഇറങ്ങി വന്നു എന്നാണ് കുരുവിള ചോദിക്കുന്നത്. വേഗം മറുപടി, എനിക്ക് മറ്റു പോകണം.
അവന്റെ തന്തയുടെ മാനസികാരാവശ്യത്തിലാന്ന് പറയുന്നത് വൃത്തികെട്ടവരുടെ വീട്ടിൽ കരഞ്ഞോട്ട് വന്നിട്ട് ആൾ എന്നോട് പറഞ്ഞു സത്യം ഞാൻ പറയുമ്പോ എന്നെ മാനേജ് ചെയ്തു പോയെന്ന് വെച്ച് അവനെ 16 തന്തകി ജനിച്ചവനാണെന്ന് ഞാൻ പറഞ്ഞെന്ന് തീർന്നു അവനോട് പറഞ്ഞേക്കണം. ഞാൻ ചോദിച്ച ചോദ്യം തന്നെ എന്തായിരുന്നുവെന്ന് താങ്കൾക്കറിയാം. അത് വിധി പറഞ്ഞ ജഡ്ജിയെ കുറിച്ചോ ജഡ്ജ്മെന്റിനെ കുറിച്ചോ പോലും ആയിരുന്നില്ല. KP കുഞ്ഞിക്കണ്ണൻ ടെലിഫോൺ ലൈനിൽ ശ്രീ KP കുഞ്ഞിക്കണ്ണൻ മോസിന കിദ്വയുടെ ഇടയ്ക്കൂടെ മോദി നടന്നു പോകണ്ട സമാധാനപരമായിട്ട് ഇവിടെ രണ്ടുപേരും തമ്മിലടി കേട്ട കോൺഗ്രസ് BJP. നീ മര്യാദ സംസാരിക്കണം. അവരെ നിന്റെ അച്ഛൻ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. അച്ഛൻ വീട്ടിൽ പോയി സംസാരിച്ചാൽ കേസ് ഈ അനുകൂലമായിട്ട് ചുമ്മാ ഇളിച്ചോണ്ടിരിക്കാതെ ഒരു കുട്ടി കുറങ്ങന്റെ ഉണ്ട് എന്തെങ്കിലും പറഞ്ഞു കുട്ടിക്കുരങ്ങനെ പോലെ ഇളിച്ചോണ്ടിരിക്കാ. ഇതൊക്കെ എനിക്ക് വരുന്ന കമന്റ് ആണ്, മനസ്സിലായ? എന്റെ റീലൊക്കെ ഓരോരുത്തരും ഞാൻ ഇവിടെ നിന്ന് തൊലിക്കുന്ന കണ്ടോണ്ട് നാട്ടുകാരെടുത്ത സാധനമാണ് കുട്ടിക്കുരിങ്ങനെ താറാവിനെ പോലെ ഇരുന്ന് ചിരിക്കാതെ ഇറങ്ങി പോടാന്ന്. ഇതൊക്കെയാണ് ഇപ്പൊ ഇൻസ്റ്റയൊക്കെ തുറന്ന എന്റെ കമന്റ് സെക്ഷൻ ഇങ്ങനെയൊക്കെയാണ്, മനസ്സിലായോ? അയ്യോ ഞാൻ വായിക്കാറില്ല ബൈൻഡ് ചെയ്യാറില്ല. ഞാൻ ഇത് ഇങ്ങനെ പോകും, മനസ്സിലായ? ആർക്ക് പോയി? അമ്മാരുടെ സമയം പോയി, എന്റെ സമയമാണോ പോണേ? എനിക്കിതൊന്നും എന്നെ ബാധിക്കണ കേസല്ല, മനസ്സിലായ? എവിടോ എനിക്കറിയാതിരുന്ന ഏതോ ഒരുത്തിന് കമന്റ് ഇട്ടെന്ന് പറഞ്ഞാൽ എന്നെ ബാധിക്കുമോ? എന്നെ ബാധിക്കൂല. എനിക്ക് സ്ട്രീം ചെയ്യുമ്പോൾ ഇൻകം കിട്ടുന്നതുകൊണ്ട് ഞാൻ സന്തോഷത്തോടെ ഞാൻ പോകും. ആർക്ക് പോയി? അവന്റെ ഡേറ്റയും കളഞ്ഞ എന്ത് കമന്റ് ഇടുന്ന അവന്മാർക്ക് പോയി. ബിസിനസ് ബ്രോ. ബാലചേട്ടാ സമയത്തിന് എത്തിയേക്കണേ കല്യാണത്തിന്. എത്ര മണിക്കാ? 12 മണി വന്നിരിക്കും. ഞാൻ സാരി ഇടണോ അല്ലെങ്കിൽ ഫ്രോക്ക് ഇടണോ? സാരിക്ക് ഇഷ്ടമുള്ള കിട്ടും. ബാലനൊന്നും പറയില്ല. എൻഗേജ്മെന്റ് അല്ലേ, സാരി നമുക്ക് കല്യാണത്തിന് ഇടാം. അതാ ഫ്രോക്ക് ഇടട്ടെ. ഫ്രോക്ക് കിട്ടോ? അയ്യോ കുട്ടി, ഞാൻ മുഖത്ത് നോക്കി എന്താ സത്യം എന്താന്ന് വെച്ചാൽ അത് പറയാം. സത്യം പറയല്ലേ, കൊള്ളത്തില്ലേ കുട്ടി? ഇപ്പൊ നാളെ ഈ കല്യാണത്തിന് പോയി നാട്ടുകാർ മൊത്തം ആ ഡ്രസ്സ് കണ്ട് കളിയാക്കുന്നതിനേക്കാൾ നല്ല ഞാൻ കൊള്ളത്തില്ലെന്ന് പറയുമ്പോ മാറ്റുന്നില്ലേ? അതെ എനിക്ക് അങ്ങനെ ഓപ്പൺ ആയിട്ട് പറയുന്ന ആളിഷ്ടമാണ്. ഡ്രസ് മാറ്റുന്നില്ല നീ. ഡ്രസ്സൊക്കെ മാറ്റി ഇച്ചിരി എക്സിക്യൂട്ടീവ് ഉള്ളൊക്കെ അറിയണം, മനസ്സിലായോ? കല്യാണ ചെറുക്കനൊക്കെ ഒന്ന് മാറി നിൽക്കും അങ്ങനെയാണെങ്കിൽ. പക്ഷെ എനിക്ക് റെഡ് ഇഷ്ടമാണ്. എല്ലാവർക്കും പെണ്ണുണ്ട് സെറ്റ് ചെയ്യുന്ന. നമുക്ക് മാത്രല്ലല്ലോ. നിനക്ക് ഒരിക്കലും കിട്ടൂല. അങ്ങനെ പറയണ്ടേ. റെഡ് ഇത് നൈസാ. എൻഗേജ്മെന്റിന് പോന്നു. കല്യാണം കഴിഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. ഞാനും ഒരേ ഡ്രസ്, കാറ്ററിംഗ് ഡ്രസ്സാ. കാറ്ററിംഗ് ഞാനിവിടെ ആരും നീ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഡ്രസ് ഇട്ടിട്ടുണ്ടോ? ഇതെന്തൊരു നാട്ടുകാർ ഡ്രസ്. ഡ്രസ്സൊക്കെ മാറ്റി ഇച്ചിരി എക്സിക്യൂട്ടീവ് ഉള്ളൊക്കെ അറിയണം, മനസ്സിലായോ? കല്യാണ ചെറുക്കനൊക്കെ ഒന്ന് മാറി നിൽക്കും അങ്ങനെയാണെങ്കിൽ. ഇത് ശരിക്കും നടന്നത്. ഇത് നമ്മളെ പണ്ട് സ്റ്റുഡിയോയിൽ നിന്നും ഇവിടെ നിന്നൊക്കെ മേടിക്കുമ്പോ എവിടെയൊക്കെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ 7 അയലത്തുള്ള എല്ലാരും ഇതായിരിക്കും. എല്ലാരും തന്നെ എക്സെല്ലും എമ്മും എല്ലും സത്യം. മഴയായോണ്ടല്ലേ. എന്ത് പ്രാരങ്ങളൊക്കെയാണല്ലേ സത്യം. ആൾക്കാരുടെ എന്താ ഇത് മറ്റേ അല്ല വേറൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ. എടാ നമ്മളൊക്കെ പുള്ളിയെ ചില ആൾക്കാർ ഓരോ സാധനങ്ങൾ അബദ്ധത്തിൽ പറ്റിപ്പോകുമ്പോ ഊക്കുന്ന സാധനങ്ങൾ കണ്ട് വീക്കാവും. പക്ഷെ ഡാപ്സി ഉണ്ടല്ലോ,
ഡാപ്സി ആ മലബാർ എന്ന് പറയുന്ന സാധനം ഒരു ട്രേഡ് മാർക്ക് പോലെ ആക്കി എടുത്ത് പറയാതിരിക്കാൻ വയ്യ. അവനിപ്പോ എല്ലാ പരിപാടിക്കും അങ്ങനെയാണ് മലബാർ. അപ്പൊ എല്ലാത്തിലും അങ്ങനെ പറയണം, മനസ്സിലായോ? പുള്ളി അതൊരു ട്രേഡ് മാർക്ക് ആക്കിയതൊരു. ഇപ്പൊ പരിപാടികൾക്കൊക്കെ അങ്ങനെയാണ് തുടങ്ങണം ഇപ്പൊ. അതെ, എന്തോ അടിച്ച വഴി പോയ വഴി അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴി അടിക്കുക, അങ്ങനെന്താ പറയൂല്ലേ? ഇത് പുഷപ്പല്ല, ഇതൊക്കെ ആരുണ്ടാക്കണ ഇതൊക്കെ?